ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ കൃപ കൊണ്ട്, മാധ്യസ്ഥം കൊണ്ട് എല്ലാവരും സുഖവും ശുഭവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഒരു ചെറിയ കാര്യം നമ്മളടുത്ത് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൽ 2 രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് രാജാക്കന്മാരുടെ പുസ്തകമുണ്ട്. അതിൽ 2 രാജാക്കന്മാർ 5-ാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു നാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കാനിടയാകും. നയമാൻ, സിറിയൻ പട്ടാളത്തിലെ അതിശക്തനായ കമാൻഡർ. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലാണ് രാജാവിന് ശേഷം ഉള്ള 2-ാമത്തെ വ്യക്തി. അദ്ദേഹം ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടെ നിലനിൽപ്പില്ല. അത്രയും ശക്തനായ, ഒത്തിരി യുദ്ധങ്ങൾ ജയിച്ച ധീരനായ മനുഷ്യൻ, ആ രാജ്യം ബഹുമാനിക്കുന്ന മനുഷ്യൻ. പടച്ചട്ടയും മേലങ്കിയും അണിഞ്ഞ് കുതിരപ്പുറത്ത് വരുന്ന നയമാനെ വളരെ ആകാംക്ഷയോടെ അവിടുത്തെ പ്രജകളും ആൾക്കാരും നോക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വീട്ടുവേലയ്ക്കായിട്ട് പണ്ട് ഒരു ബാലികയെ അവർ വില കൊടുത്തു വാങ്ങിയിരുന്നു, അടിമയായി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു പെൺകുട്ടി. പുള്ളിക്കാരിക്ക് ദൈവത്തോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു കേട്ടോ. കാരണം അവർക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള പെൺകൊച്ചായിരുന്നു. അവളൊരു ദിവസം മനസ്സിലാക്കി തൻ്റെ യജമാനന് കുഷ്ഠരോഗമാണ്. ഇത് ഈ നയമാനും അറിയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയൂ, വേറെ ആരും അറിയാതെ ഇത് രഹസ്യമായി സൂക്ഷിച്ചു പോകുന്ന കാര്യമാണ്. അത് ഈ പെൺകൊച്ചറിയും. കാരണം ഈ പെൺകൊച്ചിന് ഒരുപക്ഷെ അവിടുത്തെ വീട്ടുടമസ്ഥയായ നാമാൻ്റെ ഭാര്യയുമായിട്ട് നല്ല അടുപ്പമുണ്ടായേക്കാം. അങ്ങനെ ഒരു ദിവസം നാമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, മാഡം, ഒരു കാര്യമുണ്ട്. ഒരു എലിശ എന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഇദ്ദേഹം നമ്മുടെ ബൈബിളിൽ വളരെ പ്രശസ്തനായൊരു പ്രവാചകനായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തോടൊന്ന് പോയി സംസാരിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം ഈ നമ്മുടെ യജമാനൻ്റെ അസുഖത്തെ മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ മെഡിക്കൽ യൂണിറ്റ് നോക്കി വെച്ചിട്ട് നടക്കാത്ത കാര്യമാണോ ഒരു ഗുഹയിൽ താമസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നത്? നമ്മൾ പലരും അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ. നമ്മൾ ഇത് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സർജനെയും ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലും മണിക്കൂറുകളോളം നമ്മൾ കാത്തിരുന്ന് ചികിത്സ എടുത്തിട്ട് മാറാത്ത രോഗം, ഡോക്ടർമാർ ഇനി മാറില്ല എന്ന് പറഞ്ഞ രോഗം, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഒരു സാധാരണ ഒരു അച്ഛൻ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഇന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുള്ള നാട്ടിൽ നയമാൻ എന്ത് ചെയ്തു? ശരി, ഭാര്യ പറഞ്ഞേലേ, ആ കൊച്ചു പറഞ്ഞേലേ, എന്തായാലും പോയേക്കാം. അപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക, അടിമ സ്ത്രീ ആയിരുന്നെങ്കിലും ആ പെൺകുട്ടിയോട് ഇവർക്ക് കരുതലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എലീശയെ കാണാനായിട്ട് നാമാൻ രഥത്തിൽ അങ്ങ് ചെല്ലുകയാണ്. നാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം രഥത്തിലേക്ക് ചെല്ലുന്നു. ഇന്നങ്ങനെയല്ല കേട്ടോ. ഇന്ന് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ സ്വീകരിക്കുന്നതിലുപരിയായിട്ട് അവിടെയുള്ള എല്ലാവരും താലവും രഥവും പിടിച്ച് ഇറങ്ങിച്ചെല്ലും. പക്ഷെ മനസ്സിലാക്കണം, ഇവിടെ നാമാൻ്റെ കാണാനായിട്ട് ഏലിശ ചെന്നതേയില്ല. ഏലിശയുടെ വീട്ടുവാതൊക്കെ ചെന്നപ്പോൾ ഒരാൾ ചെന്ന് പറഞ്ഞു, പ്രഭു, ഏലിശ, അതെ, നമ്മുടെ നാമാൻ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇരുന്നെടുത്തുനിന്ന് അനങ്ങി പോലുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? അങ്ങാരുടെ അടുത്ത് പറ, ആ നദിയിൽ പോയി 7 തവണ കുളിച്ചിട്ട് കയറി വരാൻ പറ, നിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. നാമാൻ നേരെ തിരിച്ച് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാമാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ പച്ചമരുന്നൊക്കെ വെച്ച് അല്ലെങ്കിൽ ചെന്നേച്ചിട്ട് മേളിലേക്ക് കൈയൊക്കെ ഉയർത്തി പ്രാർത്ഥിച്ച് തൊട്ടുടനെ ആ രോഗമെല്ലാം മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഈ ഏലിശ പ്രവാചകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പറഞ്ഞേ ഉള്ളൂ, പോയി ഒന്ന് കുളിച്ചിട്ട് 7 പ്രാവശ്യം കുളിച്ചിട്ട് യോർദാൻ നദിയെ, കലങ്ങി ഒഴുകുന്ന യോർദാനിൽ പോയി കുളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കുളിച്ച് കയറാൻ പറഞ്ഞു. ഏലിശ പ്രവാചകൻ പറഞ്ഞത് അത് നേരിട്ട് പറയുകയല്ല ചെയ്ത്, അവിടെ ഒരു സബോർഡിനേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടു. അദ്ദേഹം ചെന്നിട്ട് നാമാനോട് പറഞ്ഞു. നാമാൻ ഇത് കേട്ടോടനെ ദേഷ്യമാവുന്ന. കാരണം നാമാൻ ആരെന്നറിയോ? അദ്ദേഹം കുളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്യൂരിഫൈഡ് വാട്ടറിൽ കുളിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് യോർദാനിൽ കലങ്ങി ഒഴുകുന്ന ചെളിയിൽ പോയി കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അദ്ദേഹം പോകുന്ന വഴിക്ക്, തിരിച്ച് കോപത്തോടെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സബോർഡിനേറ്റ്സ് പറഞ്ഞു, സാർ, നമ്മൾ എന്തായാലും ആ പുഴയുടെ കരയിൽ കൂടിയാണ് പോകുന്നത്,
ഒരു 7 തവണ അവിടെ ഇറങ്ങി ഒന്ന് മുങ്ങി നോക്ക്, എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലോ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അങ്ങനെ ആ ചിന്തയിൽ ഇവർ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്ന നയമം പറഞ്ഞ ആ കോപ്പ് ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ പെണ്ണുമ്പിള്ള എടുത്തിട്ട് അലക്കുമായിരിക്കും, പറയുന്ന കേൾക്കാതെ വന്നതിന്. നമുക്കറിയാമല്ലോ, ഈ മിക്ക വീടുകളിലും ഭാര്യമാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടി കിട്ടുന്ന മേടിച്ച് നയമാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ വെള്ളത്തിലിറങ്ങി അങ്ങ് കുളിച്ചു. ആദ്യം മുങ്ങി എഴുന്നേറ്റ് നോക്കി, രണ്ടാമത് മുങ്ങി, നാലാമത് മുങ്ങി, അഞ്ചാമത് മുങ്ങി, ഒരു കോപ്പും സംഭവിച്ചില്ല. ആറാമത് മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. അതിന് ഒരെണ്ണവും കൂടിയല്ലേ ഉള്ളൂ. സാറേ മുങ്ങ് സാറേ എന്ന് പറഞ്ഞ ഉടനെ അയാൾ 7ാമതും മുങ്ങി. 7ാമത് മുങ്ങി എഴുന്നേറ്റപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കുഷ്ഠം അദ്ദേഹത്തെ വിട്ടുമാറി. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കമുള്ള നവജാത ശിശുക്കളുടെ ശരീരം പോലെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സോഫ്റ്റ്നെസ്സിലായി മാറി എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു വന്ന കാരണം ഞാൻ പറഞ്ഞുതരാം. ചില സമയങ്ങളിൽ നമ്മൾ ചില പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ പറയും, ഒരു കാര്യം ചെയ്യണേ, നിങ്ങളൊന്ന് ഔസപിതാവിൻ്റെ പള്ളിയിൽ പോയി ഇന്ന കാര്യം പ്രാർത്ഥിക്കണേ, അല്ലെ സ്ലീഹയുടെ പള്ളിയിൽ പോയി ഇന്ന കാര്യം ചെയ്യണേ, അല്ലെ മാതാവിൻ്റെ പള്ളിയിൽ പോയി ഇന്നത് ചെയ്യണേ. ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്, നമുക്ക് സമയം ഉണ്ടാവില്ല, നമ്മൾ ചെയ്യത്തുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് ദൈവം പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, നമ്മുടെ അടുത്ത് അഭിഷേക തൈലം വീണ അച്ഛന്മാർ, അവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയാലും അവരൊരു ചെറിയ കാര്യം പറഞ്ഞാലും നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്താൽ ഈ നാമാൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇന്ന് വരെ ചിലപ്പം കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാർ നോക്കിയിട്ട് മാറാത്ത അസുഖം നിങ്ങൾക്കുണ്ടായേക്കാം. ഒരു പക്ഷേ നിങ്ങളെ സർജറിക്ക് പറഞ്ഞിട്ടുള്ള കഠിനമായ ഏതെങ്കിലും രോഗം വിട്ടുമാറില്ല എന്ന് ഉറപ്പിച്ച രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായേക്കാം. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ വരുന്നത് സ്വാഭാവികം. ഇന്നൊരു തീരുമാനമെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം പറയും, ദൈവത്തിൻ്റെ അരൂപി പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്ന്. ചെറിയ കാര്യമായിരിക്കും, ആ ചെറിയ കാര്യം നിങ്ങൾ അനുസരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ചെറിയ കുട്ടയിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും വെച്ച് 5000 പേരെ തീറ്റിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ ചെറിയൊരു അസുഖം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഡോക്ടർക്ക് കൊടുക്കാൻ പൈസ കടമെടുത്തും വീട് അടങ്കൽ വെച്ചും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്ന പണം, ആ പണം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം സഹായിക്കും. നിങ്ങളുടെ തലമുറകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കാൻ സഹായിക്കും. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അരൂപി പറയുന്നത് അല്ലെങ്കിൽ അമ്മ പറയുന്നത് എന്താണോ അതങ്ങ് അനുസരിച്ചോ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാനായിട്ട് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഞങ്ങൾ ചെല്ലുന്ന ആരാധനാലയങ്ങളിൽ അവിടുത്തെ പുണ്യവാളന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുന്നതാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.